ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് പോവാം. അതെ, ഞാൻ ഹീറോയുടെ ഫ്രണ്ട് അയക്കുകയാണ്. അപ്പോൾ പീറ്റർ സോംബേഴ്സ് അല്ല, പീറ്റർ സോംബേഴ്സ് ഒരു സ്ഥലം ബോയ്സ് അല്ല ഹീറോയിനെ കണ്ടുപിടിച്ചായിരുന്നു. ഹീറോയിൽ പോയായിരുന്നു. അതെ, ഈ പ്ലേസക്ക് അവരായിട്ട് ഈ ഓണറിൻ്റെ പറയുന്ന ഓണർ കടൽ കുറേ കല്ല് കെട്ടി വന്ന് ചെയ്തായിരുന്നു. അതെ, ആ പോലീസ് അപ്പോൾ ആ പ്ലേസ് പോയാൽ ഇങ്ങനെ പ്രശ്നം വരും. അങ്ങനെ കടൽ സൈഡ് കുറച്ച് വന്ന് ചെയ്തായിരുന്നു. ആ നോ പ്ലേസ് പോകാൻ പാടില്ല, ഫ്ലൈറ്റിൽ മാത്രം പോകാൻ പറ്റൂ, ഇതിൽ ഷിപ്പിൽ പോകാൻ പറ്റില്ല. അതുമാത്രമല്ല അതിൽ പ്രശ്നമാവും എന്ന് പറയുന്നത്. 2 റോഡ്, അത് കപ്പലിന് കുറച്ച് സൈഡ് മാത്രമാണ് പ്രേതത്തിന് പോകാൻ പറ്റൂ, അല്ല ശൂന്യക്കാരിക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് കുറച്ച് ആ സൈഡ് വന്ന് ചെയ്തായിരുന്നു. ആ കടൽ സൈഡ് പോവുക, അതിൽ പ്രശ്നമില്ല. അതിൽ കുറച്ച് സൈഡ് മന്ത്രം തകടും എല്ലാം കെട്ടിയായിരുന്നു ആ സൈഡിൽ. ആ ശൂന്യക്കാരി വന്ന് ചെയ്ത് വെച്ചായിരുന്നു ആ ശൂന്യക്കാരിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട്. ശൂന്യക്കാരൻ്റെ സോൾ മാത്രമേ ഉള്ളതാണ്. ബോഡി ഡിസ്പോസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ആ ശൂന്യക്കാരൻ നശിച്ചു പോകും എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. പുതിയ സമയത്തെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ആ ശൂന്യക്കാരൻ്റെ അങ്ങനെയായിട്ട് ആ ഫാദർ വിളിച്ചായിരുന്നു. ആ ഫാദർ വിളിച്ച കൊണ്ട് അങ്ങനെ മീറ്റ് ചെയ്യാൻ പോയായിരുന്നു. ഫാദറിനെ മീറ്റ് ചെയ്യാൻ പോയതായിരുന്നു. വയസ്സായ ഫാദർ പറയായിരുന്നു, ശൂന്യക്കാരൻ്റെ ഫ്ലാഷ് ബാക്ക്, എൻ്റെ ശൂന്യക്കാരൻ്റെ ഫ്ലാഷ് ബാക്ക്. ആ ഫാദർ നല്ല ബുക്ക് കൊടുത്തായിരുന്നു. ഇതാ ശൂന്യക്കാരൻ്റെ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്നു. ഇത് മന്ത്ര ബുക്കാണ് എന്ന് പറയുന്നു. മന്ത്ര ബുക്കാണ്, ഇതിൽ ശൂന്യക്കാരൻ്റെ കുറിച്ചെല്ലാം ഉണ്ട്. നിങ്ങൾ പറയും എൻ്റെ മന്ത്ര ബുക്ക് പറയായിരുന്നു. ശൂന്യക്കാരൻ്റെ ഫ്ലാഷ് ബാക്ക് ഇതിൽ പറഞ്ഞു തരുമായിരുന്നു. ശൂന്യക്കാർ പറഞ്ഞ അത്ര ഭംഗിയൊന്നുമില്ല. ശൂന്യക്കാരി പറഞ്ഞ ഒരു നോർമൽ ഗേളായിരുന്നു. ഒരുപാട് ഹെൽപ്പ് ചെയ്യും, സഹായം ചെയ്യും. അതുമാത്രമല്ല കുറച്ച് കറുത്ത കളറാണ്, കുറച്ച് വൈറ്റ്, മാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ശൂന്യക്കാരനെക്കാട്ട് മുമ്പ് സാധാരണ ഗേളായിരുന്നു. പേര് ലില്ലിയാണ്. ലില്ലി പറഞ്ഞ ഒരു സാധാരണ ഗേളായി, റിച്ച് ഗേളാണ്. എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുമല്ലോ. ലില്ലി പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ലില്ലിക്ക് പറഞ്ഞ റിച്ച് അല്ല, ഒരു നോർമൽ ബോയാണ്. പേര് വിക്കിനെ വൺ സൈഡ് ലില്ലി ലവ് ചെയ്യാണ്. വിക്കി പറഞ്ഞ നിന്നെ ലവ് ചെയ്യുന്ന മാരേജിലേക്കെന്ന് പറയായിരുന്നു. മാരേജിനപ്പോൾ ഇവിടെ സ്വത്ത് പണമെല്ലാം പറ്റിച്ചിട്ട് എല്ലാം എടുത്ത് അവന് ഗൾഫിൽ കൂടെ ഓടിപ്പോയായിരുന്നു. അതുകൊണ്ട് ശൂന്യക്കാരിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പാവ ശൂന്യക്കാരി. ലില്ലിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. ലില്ലിയുടെ അച്ഛനമ്മ വഴക്ക് പറയാൻ തുടങ്ങി. ലില്ലിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. ലില്ലി ഒരുപാട് കഷ്ടപ്പെട്ട് സാഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലില്ലി ഒരുപാട് സാഡായി. സ്വത്തുമെല്ലാം ലില്ലിൻ്റെ പോയി. അമ്മ ഇങ്ങനെ വിഷമിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ആയിട്ട് കഷ്ടപ്പെട്ട്. ലില്ലിയുടെ ഫാമിലി പറഞ്ഞ ലില്ലി ഈ പണമെല്ലാം എടുത്ത് ലില്ലിയുടെ ചേട്ടനും വെളിയിലിട്ടായിരുന്നു. ലില്ലിക്ക് പറഞ്ഞ സ്വത്തുമെല്ലാം പോയി. ലില്ലിൻ്റെ പേരിലുള്ള മൊത്തം സ്വത്ത് പോയിരുന്നു. പാതി സ്വത്ത് ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുമാത്രം ലില്ലിക്ക് ഒരുപാട് സാഡായിരുന്നു. അങ്ങനെ വിഷമിച്ചിട്ട് ഒരു പ്ലേസ് വന്നായിരുന്നു. അങ്ങനെ ലില്ലിക്ക് ഒരു കാർഡ് മാറി. ആ പ്ലേസ് അത് ലില്ലിൻ്റേതായിരുന്നു. ലില്ലിക്ക് അത് മാത്രമുള്ളത്. ലില്ലിക്ക് ഒരുപാട് വിഷമമായിട്ട് അവിടെ ഒരു വീട് കെട്ടി. അതൊരു വീട് ലില്ലി കെട്ടിച്ച് അവിടെ താമസിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ പ്ലേസ് ഒരു റൂം ഉണ്ടായിരുന്നു. അതെ, ലില്ലിക്ക് ഒരു റൂം ഉണ്ടായിരുന്നു, സീക്രട്ട് മാറി. അതെന്താ റൂം പോയിട്ട് നോക്കുമ്പോൾ അവിടെ മാജിക് മന്ത്രം ബുക്ക് ഉണ്ടായിരുന്നു. അത് ലില്ലി പഴിക്കാൻ തുടങ്ങിയായിരുന്നു. അത് പറഞ്ഞ മുത്തശ്ശനായിരുന്നു. മുത്തശ്ശന് പറഞ്ഞ മുത്തശ്ശനക്ക് ബുക്ക് കിട്ടിയത്. അതൊരു ബുക്ക്, നിറയെ ബുക്ക് ഉണ്ടായിരുന്നു, മാന്ത്രിക ബുക്ക് എല്ലാം ഉണ്ടായിരുന്നു. ലില്ലി ആ ബുക്ക് മാത്രം എടുക്കാൻ പാടില്ല എന്ന് ലില്ലിനെ ഗ്രാൻഡ് പേ എഴുതി വെച്ചത്. ലില്ലി അതെടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ലില്ലിക്ക് റിവെഞ്ച് എടുക്കാൻ വേണ്ടി നിറയെ ലില്ലിനെ ടോർച്ചർ ചെയ്ത് അവരെല്ലാം റിവെഞ്ച് എടുക്കാൻ തുടങ്ങിയായിരുന്നു. ഇതാണ് സ്റ്റോറി. അങ്ങനെ ലില്ലി ഒരുപാട് റിവെഞ്ച് എടുക്കുമായിരുന്നു. അങ്ങനെ ലില്ലി എല്ലാം റിവെഞ്ച് എടുത്താൽ പിന്നെ ലില്ലി ശൂന്യക്കാരൻ്റെ ആത്മാ പോവും. അങ്ങനെ ലില്ലി അങ്ങനെയായിട്ട് വില്ലൻ, ലില്ലി അവിടെ നിന്ന് തുടിക്കാൻ തുടങ്ങിയായിരുന്നു. ഇപ്പം നമുക്ക് വില്ലനെ നോക്കാം. വില്ലൻ്റെ ലില്ലിനെ കൊന്ന ലില്ലി എങ്ങനെ കൊന്നത് എന്ന് നമുക്ക് നോക്കാം. ലില്ലി നിറയെ മന്ത്രം ചെയ്തു. അങ്ങനെയായിട്ട് വില്ലനെ കൊന്നു കളഞ്ഞു. അതുമാത്രമല്ല, വില്ലന് മാത്രം കൊന്നിട്ട് മാത്രമല്ല, ലില്ലി വരെ ശൂന്യക്കാരിയായി മാറിയതാണ്. ഇനി ഒരാൾ മാത്രമുണ്ട് ലില്ലിക്ക് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലില്ലിനെ കൊന്നവന് പിന്നെ ഒരു ഗേളായിരുന്നു. ലില്ലിയുടെ ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ രണ്ടുപേരും. അങ്ങനെയല്ല, അവർ രണ്ടുപേരും അറിയാതെ ആ പ്ലേസിലേക്ക് വന്നു പോയായിരുന്നു. ലില്ലിയുള്ള പ്ലേസിലേക്ക് പോകാൻ പാടില്ല പറഞ്ഞ. അങ്ങനെ ലില്ലി
അങ്ങനെ കൊന്ന അതേ പ്ലേസൊക്കെ അവർ വന്നായിരുന്നു. അവർക്കറിയില്ലായിരുന്നു, അറിയാതെ അകത്ത് വന്നിരുന്നു. അങ്ങനെ ലില്ലി ഒരുമാതിരി അവരെ കൊന്നു കളഞ്ഞു ലില്ലി. ഈ കാര്യം ആ ഫാദർക്ക് മനസ്സിലായി, ആ വയസ്സുള്ള ഫാദർ. ആ ലില്ലി ഒരുമാതിരി സൈക്കമാച്ചിരിക്കുകയായിരുന്നു. അങ്ങനത്തെ പോയി ആ ലില്ലി ആ ഫാദർ, വയസ്സുള്ള ഫാദർ ശരി വാ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് അവിടെ മാജിക് ചെയ്തു. വീണ്ടും പോയി അവർ മാജിക് ചെയ്തു. ഇനി ആരും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിൽ നിറയെ ഇത് വെച്ച് മറിച്ചായിരുന്നു. അതെ, ഫുള്ളും ഇതാക്കി മാറ്റിയായിരുന്നു. അതെ, ആ പ്ലേസ് മറിച്ച് വെച്ചായിരുന്നു. ഇപ്പോൾ ലില്ലിൻ്റെ ആത്മാവ് ഭയങ്കര സൈക്കോമാര് ചിരിക്കായിരുന്നു. ശൂന്യക്കാര ആത്മാവാണ്, ഭയങ്കര പവറുള്ളത്. അങ്ങനെ ഫാദർ ഒരു മരുന്ന് വെച്ച് ഒരിത് പറഞ്ഞാൽ ലില്ലി വെളിയിൽ വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ലില്ലിക്ക് പവർ കുറച്ച് കൂടായിരുന്നു. അങ്ങനെ ലില്ലിയിൽ കൂടെ വയസ്സായ ഫാദർ പറയാൻ തുടങ്ങി, എന്തായാലും ഇത് വെളിയിൽ വരും, വന്നാൽ നിങ്ങളിൽ ആര് വരും കൊല്ലോണം പറയായിരുന്നു. കുറേ ഡേയ്സ് കഴിഞ്ഞ് അങ്ങനെ പീറ്റേഴ്സൺ അവരുടെ പറഞ്ഞ് നോക്കിയിട്ട് പറയാൻ തുടങ്ങി, നിങ്ങൾക്കൊരു ബേബി ജനിക്കൂ, ആ ബേബിൻ്റെ കയ്യിൽ നിന്ന് ഈ ആത്മാവിനെ കൊല്ലോണമെന്ന് പറയായിരുന്നു. ഇത് കേട്ട് 7 പേർ പറയായിരുന്നു, എന്താ ഞങ്ങൾക്ക് ബേബി ജനിക്കൂ, എന്ത് ബേബി പറഞ്ഞ അത് പറയില്ല, നിങ്ങൾക്ക് 8 വയസ്സ് ജനിക്കും, ആ ഭാവി തന്നെ കൊന്നു കളയൂ എന്ന് പറയുന്നു. ശരി, ഓക്കെ പറയില്ല. കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തു. അതെ, ഹീറോ 7 പേർക്ക് ഹീറോയെ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഹീറോയെ എങ്ങനെ വെക്കപ്പെട്ട് മാരേജ് കഴിച്ചു. അങ്ങനെയായിട്ട് കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് 8 ബേബി ജനിച്ചു. അങ്ങനെ ഫാദർ കാണാൻ വേണ്ടി വന്നായിരുന്നു. ഫാദർ വന്ന് നോക്കിയായിരുന്നു. ഫാദർ സ്ട്രക്ചറായിരുന്നു. അതെ, ബേബീസ് കയ്യിൽ ഒരു ഡ്രോയിങ് അവരുടെ പവറും ഉണ്ടായിരുന്നു. ഇത് കേട്ടവർ കേൾക്കുമ്പോൾ ഇത് ബഡ് മാർക്ക്, ഇത് അവരുടെ പവറാണ് പറയുന്നത്. അവർക്ക് ഇത്ര വയസ്സാവട്ടെ, 6 വയസ്സാവട്ടെ എന്ന് പറയുന്നു. അങ്ങനെ 6 വയസ്സ് കുറേ ഡേയ്സ് കഴിഞ്ഞ് ഇപ്പോൾ 6 വയസ്സായി. അതേ പ്ലേസിൽ ബേബീസ് വന്നിരുന്നു. അങ്ങനെ ബേബീസ് മാജിക് യൂസ് ചെയ്ത് ആ ശൂന്യക്കാരനെ കൊന്നു കളഞ്ഞു. അതെ, ആ ശൂന്യക്കാരനെ ഭസ്മാക്കി ചെയ്തു കഴിഞ്ഞു. ആ ശൂന്യക്കാരൻ ആത്മാവ് പോയി. അങ്ങനെയായിട്ട് പവർ യൂസ് ചെയ്ത് ബേബീസ്ക്ക് കുറച്ച് ടയർഡായിരുന്നു. ബേബീസ് അവരുടെ കൂടെ പോയായിരുന്നു. അത് വീട്ടിൽ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറി.